When the Lord comes into your heart now, ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ the kingdom of God comes into you. ദൈവത്തിന്റെ രാജ്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. If you read Romans 14 and verse 17, നിങ്ങൾ റോമർ 14:17 വാക്യം the വായിക്കുകയാണെങ്കിൽ Bible says, അവിടെ വേദപുസ്തകം God പറയുന്നു, will reign the kingdom of God and the blessings of the kingdom of God in ദൈവം you. ദൈവരാജ്യവും ദൈവരാജ്യത്തിന്റെ അനുഗ്രഹങ്ങളും മാരി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ Till വർഷിക്കും. now you were only suffering with the troubles of the world. നാളിതുവരെ ലോകത്തിന്റെ പ്രയാസങ്ങൾ നിമിത്തം നിങ്ങൾ But കഷ്ടപ്പെടുകയായിരുന്നു. now as Jesus is coming into your heart, എന്നാൽ ഇപ്പോൾ യേശു ഹൃദയത്തിലേക്ക് വരുമ്പോൾ He's bringing the kingdom, His kingdom's blessings into your യേശു heart. തന്റെ രാജ്യവും രാജ്യത്തിന്റെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് What കൊണ്ടുവരുന്നു. are those kingdom's blessings which are coming as a rain to ഒരു മഴ you? പോലെ നിങ്ങളിലേക്ക് വരുന്ന ആ രാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾ The എന്തെല്ലാമാണ്? first one is righteousness. ഒന്നാമത്തെ അനുഗ്രഹം നീതി, Righteousness, നീതി, holiness. വിശുദ്ധി. I know you are longing for holiness, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണെന്ന് എനിക്കറിയാം. longing to be made holy. നിങ്ങൾ വിശുദ്ധരായി തീരുന്നതിന് വേണ്ടി അതിയായി ആശിക്കുന്നു. Tonight the reign of righteousness, the holiness of God is going to come into ഇന്ന് you. നീതി എന്ന അനുഗ്രഹമാരി ദൈവത്തിന്റെ വിശുദ്ധി നിങ്ങളിലേക്ക് വരുന്നു. And secondly, He is going to rain peace into രണ്ടാമതായി you. ദൈവം സമാധാനം എന്ന മാരി നിങ്ങളുടെ ജീവിതത്തിൽ The പെയ്യിക്കുവാൻ kingdom പോകുന്നു. of God is peace. ദൈവരാജ്യം എന്നാൽ സമാധാനമാണ്. Peace. സമാധാനം, Peace. സമാധാനം. I know many of you are saying, I have never slept peacefully for several months and years. നിരവധി മാസങ്ങളായി വർഷങ്ങളായി ഞാൻ ഇതുവരെ സമാധാനമായി ഉറങ്ങിയിട്ടില്ലെന്ന് നിങ്ങളിൽ പലരും പറയുകയാണെന്ന് I have എനിക്കറിയാം. never had peace in my job. എന്റെ ജോലിയിൽ ഒരിക്കലും എനിക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. I have never had peace in my എന്റെ പഠനത്തിൽ studies. ഒരിക്കലും എനിക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. I have never had peace in the family life. എന്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല. But tonight, എന്നാൽ ഇന്ന് Jesus is coming, യേശു വരുന്നു, coming as a rain, ഒരു മഴ പോലെ and വരുന്നു, sending the rain of peace into you. നിങ്ങളിലേക്ക് അനുഗ്രഹമാരി അയച്ചുകൊണ്ട്. How many of you want God's peace? നിങ്ങളിൽ എത്ര പേർക്ക് ദൈവത്തിന്റെ സമാധാനം വേണം? Yes, show your hands to Him and tell Him, Lord, I need കരങ്ങൾ you. ദൈവത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുവിൻ, ദൈവമേ എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്, I need peace. എനിക്ക് സമാധാനം വേണം. God bless you. ദൈവം നിങ്ങളെ He will അനുഗ്രഹിക്കട്ടെ. bring the rain of the joy of the Holy Spirit. ദൈവം പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എന്ന മാരി നിങ്ങളുടെ ജീവിതത്തിൽ പെയ്യിക്കും. Joy of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. You may say, I have never laughed for നിങ്ങൾ several ഇങ്ങനെ months. പറയുകയാവാം, നിരവധി മാസങ്ങൾക്കിടയിൽ ഞാൻ ഇതുവരെ സന്തോഷത്തോടെ I have പൊട്ടിച്ചിരിച്ചിട്ടില്ല, never had joy. എനിക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടായിട്ടില്ല. I have had only accusation. കുറ്റാരോപണങ്ങൾ മാത്രമാണ് എന്റെ ജീവിതത്തിൽ I ഉണ്ടായിരിക്കുന്നത്. have had only wrong, divisive words spoken against me. എനിക്കെതിരായിട്ടുള്ള വഞ്ചന നിറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഞാൻ ഇതുവരെ I കേട്ടിട്ടുള്ളത്. have had only deceit coming against me. എനിക്കെതിരായി ചതിപ്രയോഗങ്ങൾ മാത്രമാണ് But ഉണ്ടായിരിക്കുന്നത്. tonight God says, ഇന്ന് ദൈവം പറയുന്നു, Jesus says, യേശു പറയുന്നു, my child, you have asked me to come എന്റെ in. കുഞ്ഞെ, നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ നീ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. I'm going to send you the river of ഞാൻ നിന്റെ joy, ജീവിതത്തിലേക്ക് ആനന്ദ നദി അയക്കുവാൻ പോകുന്നു, showers of joy. ആനന്ദമാരി അയക്കുവാൻ പോകുന്നു. That's the great blessing God is going to give ആ every one മഹത്തായ of us. അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുവാൻ പോകുന്നത്. All right, the reign of ശരി, righteousness. ഇനി നീതി എന്ന മാരി എന്താണെന്ന് നോക്കാം. If you read Hosea 10 and verse 12, നിങ്ങൾ ഹോശേയ 10:12 and Joel വായിക്കുകയാണെങ്കിൽ, 2:23, യോവൽ 2:23 the Bible വായിക്കുകയാണെങ്കിൽ, says God will send the rain of righteousness upon us. വേദപുസ്തകം പറയുന്നു, ദൈവം നീതി എന്ന മഴ നമ്മുടെ മേൽ പെയ്യിക്കും. Righteousness will come upon us like a നീതി rain, അനുഗ്രഹമാരി പോലെ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. and it will clean up all our deceptions and all the sins. അത് നമ്മിലെ സകല പാപങ്ങളും കളങ്കങ്ങളും കഴുകി വെടിപ്പാക്കും. There was a man who wrote about his life to me. His name is Ramesh. He is a lawyer in Gujarat. രമേശ് എന്ന വ്യക്തി തന്റെ ജീവിതകഥ എനിക്ക് എഴുതിയിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ ഒരു അഭിഭാഷകനാണ്. He was a successful lawyer, അദ്ദേഹം വിജയം വരിച്ച ഒരു അഭിഭാഷകനാണ്. but then he got addicted to alcohol. എന്നാൽ അദ്ദേഹം മദ്യപാനത്തിന് അടിമപ്പെട്ടു. And as he became an addict, അദ്ദേഹം മദ്യപാനത്തിന് അടിമയായി he തീർന്നപ്പോൾ started having illicit affair with a woman. അദ്ദേഹം ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധം പുലർത്തുവാൻ He തുടങ്ങി. enjoyed it. അദ്ദേഹം അത് ആസ്വദിച്ചു. But alas, എന്നാൽ അയ്യോ, one fine day, ഒരു ദിവസം a skin problem
afflicted him. മാരകമായ ഒരു ത്വക്ക് രോഗം ആ മനുഷ്യനെ പിടികൂടി. And it began to spread across his അത് body. ആ മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവൻ പടർന്നു പിടിക്കുവാൻ The തുടങ്ങി. doctors did their best. ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചു. It would not go away. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. Then it began to പിന്നീട് sting. അദ്ദേഹത്തിന്റെ ത്വക്ക് ചീഞ്ഞ് നാറുവാൻ തുടങ്ങി. He could not go out. അദ്ദേഹത്തിന് പുറത്തു പോകുവാൻ He could കഴിയാതെ not go and practice his law. അദ്ദേഹത്തിന് തന്റെ അഭിഭാഷക വൃത്തി തുടരുവാൻ He locked കഴിയാതെയായി. himself in his home. അദ്ദേഹം ഒരു മുറിയിൽ കതകടച്ച് ഇരിപ്പായി. Night and day he was ashamed. രാപ്പകൽ അദ്ദേഹം ലജ്ജ സഹിച്ചു മടുത്തു. His heart was broken. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു പോയി. And he began to borrow to sustain the family. ഒടുവിൽ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി അദ്ദേഹം തുടർന്ന് കടം വാങ്ങുവാൻ This was ആരംഭിച്ചു. not just 1 month, 2 months. 1-2 മാസം കൊണ്ട് അത് അവസാനിച്ചില്ല. 10 years he suffered. 10 വർഷം അദ്ദേഹം കഷ്ടപ്പെട്ടു. No remedy. ഒരു പരിഹാര മാർഗവുമില്ല. The children couldn't go to school. കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ സാധിക്കാതെയായി. Darkness and despair in the family. അന്ധകാരവും നിരാശയും കുടുംബത്തിൽ നിറഞ്ഞു. Shame. അവർ ലജ്ജയാൽ വലഞ്ഞു. Loneliness. ഏകാന്തത അവരെ പിടികൂടി. And finally one day അവസാനം ഒരു he ദിവസം shared this with his wife. അദ്ദേഹം തന്റെ ഭാര്യയോട് ഇതെല്ലാം പങ്കുവച്ചു. She broke down അവരുടെ ഹൃദയം തകർന്നുപോയി. and wept അവർ തേങ്ങിക്കരഞ്ഞു. and wept തേങ്ങിക്കരഞ്ഞു. and wept. തേങ്ങിക്കരഞ്ഞു. Maybe you are in that situation. ഒരുപക്ഷെ നിങ്ങൾ അതേ അവസ്ഥയിലായിരിക്കാം. Maybe you are also saying, I have no righteousness. നിങ്ങളും ഇങ്ങനെ പറയുകയാവാം, എന്നിൽ നീതിയില്ല. I have lost my righteousness. എനിക്ക് എന്റെ നീതി നഷ്ടപ്പെട്ടു. I don't know where to go എവിടേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. because of my own wrongdoing, എന്റെ സ്വന്തം തെറ്റുകൾ നിമിത്തം, my own bad habits. എന്റെ ദുശീലങ്ങൾ നിമിത്തം I am tormented with guilt. കുറ്റബോധത്താൽ ഞാൻ വലയുന്നു. Guilt is killing me. കുറ്റബോധം എന്നെ കൊന്നുകളയുന്നു. I can't live anymore. എനിക്കിനി ജീവിക്കുവാൻ കഴിയില്ല. I have brought my family to shame. ഞാൻ എന്റെ കുടുംബത്തെ ലജ്ജിപ്പിച്ചു. I am the reason for the failure of my children. എന്റെ കുഞ്ഞുങ്ങളുടെ പരാജയത്തിന് കാരണം ഞാനാണ്. Maybe guilt is tormenting you ഒരുപക്ഷെ കുറ്റബോധം നിങ്ങളെ പീഡിപ്പിക്കുകയായിരിക്കാം. and you're crying out for righteousness. നിങ്ങൾ നീതിക്ക് വേണ്ടി കരഞ്ഞു വിലപിക്കുകയായിരിക്കാം. The Bible says വേദപുസ്തകം പറയുന്നു, there is a rain which will come to cleanse you. നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ ഒരു മഴ നിങ്ങളുടെ മേൽ If വർഷിക്കപ്പെടും. you read 1 Corinthians 1 and verse 30, നിങ്ങൾ 1 കൊരിന്ത്യർ 1:30 വാക്യം വായിക്കുകയാണെങ്കിൽ the Bible says അവിടെ വേദപുസ്തകം പറയുന്നു, Jesus became our righteousness. യേശു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് നീതിയായി തീർന്നു. He offered himself. യേശു തന്നെത്താൻ യാഗബലിയായി He അർപ്പിച്ചു. offered himself to bring the righteousness into us like a നീതി rain, മാരി പോലെ നമ്മിൽ വർഷിക്കപ്പെടേണ്ടതിന് വേണ്ടി യേശു തന്നെത്താൻ യാഗബലിയായി അർപ്പിച്ചു. cleanse us from all our unrighteousness, സകല അനീതിയിൽ നിന്നും നമ്മെ കഴുകി വെടിപ്പാക്കുന്നതിന്, all the guilt, സകല all കുറ്റബോധത്തിൽ the നിന്നും, shame, സകല all ലജ്ജയിൽ the നിന്നും, attacks from the evil powers, സകല ദുരാത്മാക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും to deliver us. നമ്മെ വിടുവിക്കുന്നതിന് God came down in the form of a human being called Jesus. യേശു എന്ന പേരിൽ മനുഷ്യനായി ദൈവം ഭൂമിയിൽ He was അവതരിച്ചു. man, യേശു but മനുഷ്യനായിരുന്നു, yet he was God. അതേസമയം ദൈവമായിരുന്നു. He knew no യേശു sin. പാപം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. Nobody could find any sin in Jesus when he walked in this world. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുവിൽ ഒരു പാപവും കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. But then the Bible says, വേദപുസ്തകം പറയുന്നു, for our sins to be forgiven, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടേണ്ടതിനെ there has to be a sacrifice. ഒരു യാഗബലി And ആവശ്യമായിരുന്നു. Hebrews 9:22 says, എബ്രായർ 9:22 പറയുന്നു, yes, there is a sacrifice through the bulls and so on. അതെ, കാളകളെയും ആട്ടുകൊറ്റന്മാരെയും അന്ന് യാഗബലിയായി The അർപ്പിച്ചിരുന്നു. blood that is shed from അവയുടെ them. ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ട്. But it cannot deliver us from sin എന്നാൽ forever. പാപത്തിൽ നിന്ന് നമ്മെ എന്നേക്കുമായി വിടുവിക്കുവാൻ അവയുടെ രക്തത്തിന് It കഴിയുകയില്ല. cannot take the nature of sin out of നമ്മിൽ നിന്ന് us. പാപ സ്വഭാവം എടുത്തു മാറ്റുവാൻ ആ രക്തത്തിന് കഴിയുകയില്ല. So somebody had to come ആകയാൽ ആരെങ്കിലും ഒരാൾ വരണം, who knew no sin, പാപമറിയാത്ത ഒരു to വ്യക്തി, become a sacrifice for you and for me. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരു യാഗബലിയായി തീരുന്നതിന്. Which man is holy? ആരാണ് വിശുദ്ധനായ മനുഷ്യൻ? Which woman is holy? ആരാണ് വിശുദ്ധയായ സ്ത്രീ? The Bible says in Romans 3:23, റോമർ 3:23 വചനം പറയുന്നു, all human beings have sinned and have come short of the glory of God. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. So humanity has been groaning, unable to come out of ആകയാൽ sin. പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കാതെ മനുഷ്യരാശി വിലപിച്ചുകൊണ്ടിരുന്നു. So God said, ആകയാൽ ദൈവം പറഞ്ഞു, let me go. ഞാൻ പോകട്ടെ, Let me go. ഞാൻ പോകട്ടെ, Let me go ഞാൻ പോകട്ടെ, to save my children from guilt and sorrow. കുറ്റബോധത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എന്റെ മക്കളെ To വിടുവിക്കട്ടെ, send the rain of righteousness to make them holy in this world. ഈ ലോകത്തിൽ അവരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നീതിയുടെ മഴ അവരുടെ മേൽ വർഷിക്കട്ടെ. And Jesus came. യേശു വന്നു.
and offered himself as a sacrifice on the cross. തന്നെത്താൻ ക്രൂശിൽ യാഗബലിയായി അർപ്പിച്ചു. If you read Isaiah 53 and verse 5, നിങ്ങൾ യെശയ്യാവ് 53 5 വാക്യം വായിക്കുകയാണെങ്കിൽ Jesus was bruised, beaten for our sins, for our transgressions. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം പാപങ്ങൾ നിമിത്തം യേശുവിനെ മുറിവേറ്റു. Instead of we being beaten, അടികൊണ്ട് നമുക്ക് മുറിവേൽക്കുന്നതിന് പകരം Jesus was beaten. യേശുവിനെ മുറിവേറ്റു. He took our sins upon നമ്മുടെ himself. പാപങ്ങൾ യേശു തന്റെ മേൽ വഹിച്ചു. He said, put every sin of every man, every woman in this world യേശു upon me. പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാവരുടെയും പാപങ്ങൾ എന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. He was bruised for our iniquities. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം യേശുവിന് മുറിവേറ്റു. The chastisement of our നമ്മുടെ peace came upon him. സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേൽ വന്നു. My friend, എന്റെ പ്രിയ സ്നേഹിത, today, ഇന്ന് as you open your heart to നിങ്ങൾ Jesus, യേശുവിനായി ഹൃദയം തുറക്കുമ്പോൾ tell him, Jesus, യേശുവിനോട് പറയുവിൻ, യേശുവേ, you have sacrificed yourself on the cross അങ്ങ് ക്രൂശിൽ അങ്ങയെ തന്നെ യാഗബലിയായി അർപ്പിച്ചു. for my sins to be എന്റെ forgiven. പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി And you shed your holy blood. അങ്ങ് അങ്ങയുടെ വിശുദ്ധ രക്തം ചിന്തി. And the Bible says in 1 John 1:7, 1 യോഹന്നാൻ 1:7 വചനം പറയുന്നു, the blood of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Tell him, I believe it, Lord. യേശുവേ, ഞാനത് വിശ്വസിക്കുന്നു. Jesus, യേശുവേ, send your blood which you shed for me on the cross like a rain to heal me, to cleanse me, Lord. അങ്ങ് ക്രൂശിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം എന്നെ ശുദ്ധീകരിക്കുന്നതിനെ, എന്നെ സൗഖ്യമാക്കുന്നതിനെ ഒരു മഴ പോലെ എന്റെ മേൽ വർഷിക്കണമേ. Right where you are. നിങ്ങൾ എവിടെയാണെങ്കിലും, Right where you നിങ്ങൾ are. എവിടെയാണെങ്കിലും You can cry right now. നിങ്ങൾക്ക് ദൈവത്തോട് നിലവിളിക്കാം. Jesus is by your side. യേശു നിങ്ങളുടെ അരികിലുണ്ട്. Tell him, യേശുവിനോട് പറയുവിൻ, Jesus, യേശുവേ, Lord, wash me with that blood that you shed on the അങ്ങ് cross. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ, ശുദ്ധീകരിക്കണമേ. Take away my guilt. എന്റെ കുറ്റബോധം എന്നിൽ നിന്ന് എടുത്തു Take മാറ്റണമേ. away my എന്നിൽ unrighteousness. നിന്ന് അനീതി എടുത്തു മാറ്റണമേ. I don't want to live in shame and sorrow in darkness. ഞാൻ ഇനി ലജ്ജയിലും ദുഃഖത്തിലും അന്ധകാരത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to have the devil surrounding me. പിശാചെന്നെ വലയം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want to be free. എനിക്ക് വിടുതൽ I പ്രാപിക്കണം. want to be free. എനിക്ക് വിടുതൽ I പ്രാപിക്കണം. want to enjoy you, Jesus. യേശുവേ, എനിക്ക് അങ്ങയെ ആസ്വദിക്കണം. I want to enjoy എനിക്ക് you. അങ്ങയെ ആസ്വദിക്കണം. I need God. എനിക്ക് ദൈവത്തെ I ആവശ്യമുണ്ട്. need God. എനിക്ക് ദൈവത്തെ I വേണം. want to live in this world with holiness. ഈ ലോകത്തിൽ വിശുദ്ധിയോടെ എനിക്ക് ജീവിക്കണം. Wash me with your blood, അങ്ങയുടെ Lord. രക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണം. Cry out right now. ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കുവിൻ. The blood of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. It is God's blood, അത് ദൈവത്തിന്റെ രക്തമാണ്. washed by the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാകും. Now he will cleanse you. ഇപ്പോൾ യേശു നിങ്ങളെ കഴുകി വെടിപ്പാക്കും. Now he will cleanse ഇപ്പോൾ you. യേശു നിങ്ങളെ ശുദ്ധീകരിക്കും. You don't need to do anything നിങ്ങൾ else. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Just believe നിങ്ങൾ വിശ്വസിക്കുവിൻ. and cry out to Jesus. യേശുവിനോട് നിലവിളിക്കുവിൻ. He is cleansing you right now. യേശു ഇപ്പോൾ നിങ്ങളെ He is വെടിപ്പാക്കുന്നു. cleansing you right യേശു now. നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. I see the name of a man called Henry. ഹെൻറി എന്ന വ്യക്തിയുടെ പേര് ഞാൻ You കാണുന്നു. are in this direction, Mr. Henry. നിങ്ങൾ ഞാൻ കൈ ചൂണ്ടുന്ന ഈ ദിശയിലിരിക്കുന്നു. I see blood in your നിങ്ങളുടെ hand. കരങ്ങളിൽ ഞാൻ രക്തം കാണുന്നു. You have committed നിങ്ങൾ adultery. വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. And because of that, അക്കാരണത്താൽ you have a terrible cough. നിങ്ങൾക്ക് അതികഠിനമായ ചുമയുണ്ട്. Yes, demon powers are following you. അതെ, ദുരാത്മാക്കൾ നിങ്ങളെ പിന്തുടരുന്നു. Outside you are so bold. പുറമേക്ക് നിങ്ങൾ ധൈര്യമുള്ള വ്യക്തിയാണ്. But how much you cry in. എന്നാൽ രഹസ്യത്തിൽ നിങ്ങൾ എത്രമാത്രം കരയുന്നുണ്ട്. Repent tonight. ഇന്ന് അനുതപിക്കൂ. Repent tonight. ഇന്ന് അനുതപിക്കൂ. Henry, repent ഹെൻറി, അനുതപിക്കൂ. and cry to Jesus. യേശുവിനോട് നിലവിളിക്കൂ. My friend, പ്രിയ സ്നേഹിത, the glory of God is right now here. ദൈവമഹത്വം ഇപ്പോൾ ഇവിടെയുണ്ട്. Turn your heart to Jesus. യേശുവിങ്കിലേക്ക് ഹൃദയം തിരിക്കുവിൻ. He will transform you യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. right now. ഇപ്പോൾ തന്നെ The blood of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.